ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങളിൽ അടുത്തത് അതിർത്തി രേഖകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിർത്തി രേഖകൾ എന്ന് പറയുമ്പോൾ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് പറയുന്നത്. റാഡ് ക്ലിഫ് ലൈൻ. ഓക്കെ. അടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയ്ക്ക് പറയുന്ന നെയിമാണ് മക് മോഹർ ലൈൻ. എങ്ങനെയാണ്? മക് മോഹർ ലൈൻ. അടുത്തത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് പാക് കടലിടുക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് തീൻ ബഗ കോറിഡോർ. തീൻ ബഗ കോറിഡോർ. അടുത്തത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് ഡ്യൂറന്റ് ലൈന്. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. അതിർത്തി രേഖകളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ലൈന് പറയുന്ന അല്ലെങ്കിൽ അതിർത്തി രേഖയ്ക്ക് പറയുന്ന നെയിമാണ് റാഡ് ക്ലിഫ് ലൈൻ. നെക്സ്റ്റ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് മക് മോഹർ ലൈൻ. അടുത്തത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖയ്ക്ക് പറയുന്ന നെയിമാണ് പാക് കടലിടുക്ക്. അടുത്തത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി ലൈന് പറയുന്ന നെയിമാണ് തീൻ ബഗ കോറിഡോർ. അടുത്തത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ലൈന് പറയുന്ന പേരാണ് ഡ്യൂറന്റ് ലൈന്. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇന്ത്യയുടെ വടക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. അത് എല്ലാവർക്കും അറിയാം അല്ലെ? ഇന്ത്യയുടെ വടക്ക് ഭാഗം ഹിമാലയമാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം എന്താണെന്നാണ് അറിയപ്പെടുന്നത്? തെക്ക് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് അറബിക്കടലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ അറിയാം. ഓക്കെ. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. എന്താണ്? വടക്ക്, തെക്ക്, അതുപോലെ തന്നെ പടിഞ്ഞാറ്, കിഴക്ക്. ഇങ്ങനെയല്ലേ ഡയറക്ഷൻ? അപ്പം ഇന്ത്യയുടെ നോർത്ത് അതായത് വടക്ക് ഭാഗം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സൗത്ത് അതായത് തെക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അറബിക്കടൽ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഓരോ ഭാഗങ്ങളും നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വെസ്റ്റ്, സൗത്ത്, ഈസ്റ്റ് ഈ 3 വശവും എങ്ങനെയാണ്? ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ്? ബംഗാൾ ഉൾക്കടലുണ്ട്, അറബിക്കടലുണ്ട്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വെള്ളത്താൽ അതായത് 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനെ പറയുന്നതാണ് ഉപദ്വീപീയ രാഷ്ട്രം എന്നാണ് പറയുന്നത്. ഉപദ്വീപ് എന്നാണ് പറയുന്നത്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനെ ഉപദ്വീപ് എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒരു ഉപദ്വീപീയ രാഷ്ട്രമാണ്. അതുപോലെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനെ പറയുന്ന പേരെന്താണ്? ദ്വീപ് എന്നാണ് പറയുന്നത്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനെ ഉപദ്വീപ് എന്നും 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനെ ദ്വീപ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ ഡയറക്ഷൻസ് ഒക്കെ? ഇനി നമുക്ക് നെക്സ്റ്റ് ഇന്ത്യയുടെ വടക്കേ അറ്റം, നമ്മൾ വടക്ക് ഭാഗം, തെക്ക് ഭാഗം, അതുപോലെ പടിഞ്ഞാറ് ഭാഗം, കിഴക്ക് ഭാഗം എന്നിങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അടുത്ത് നോക്കുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റം അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ വടക്കേ അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അതായത് ഇന്ത്യൻ യൂണിയന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്കേ അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിര കോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിര കോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതെവിടെയാണ്? ലഡാക്കിലാണ് ഇന്ദിര കോള്. ഓക്കെ. നെക്സ്റ്റ്, തെക്കേ അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ തെക്കേ അറ്റം അല്ലെങ്കിൽ തെക്ക് അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിര പോയിന്റ് എന്നാണ് തെക്കേ അറ്റം അറിയപ്പെടുന്നത്. ഇന്ദിര പോയിന്റ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇന്ദിര പോയിന്റ് കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കിഴക്കേ
കിബിത്തു എന്ന പേരിലാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് കിബിത്തു എന്ന പേരിലാണ്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് കിബിത്തു. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം അറിയപ്പെടുന്ന പേരാണ് ഗുഹാർമോത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറേ അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗുഹാമൂർത്തി. ഗുഹാർമോത്തി എന്ന പേരിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം അറിയപ്പെടുന്നത്. അതെവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇത്. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇന്ദിരാകോളാണ്. ഇന്ദിരാകോൾ എവിടെയാണ് കാണപ്പെടുന്നത്? ലഡാക്കിലാണ്. അതുപോലെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ഗ്രേറ്റ് നിക്കോബാറില്. നെക്സ്റ്റ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് കിബുത്തു ആണ്. കിബുത്തു എവിടെയാണ്? അരുണാചൽ പ്രദേശിലും. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുഹാർമോത്തി ആണ്. ഗുഹാർമോത്തി എവിടെയാണ് കാണപ്പെടുന്നത്? ഗുജറാത്തിലുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങളിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരായന രേഖയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഉത്തരായന രേഖയാണ്. ഓക്കെ, അതുപോലെ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. അവ ഏതൊക്കെയാന്ന് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മിസോറാം, ത്രിപുര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ. ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മിസോറാം, ത്രിപുര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ. ഇനി കുറച്ച് നമുക്ക് ഇന്ത്യയെ പറ്റിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ഇത് PSC നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യന്. ഏതാണ്? രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. രാജസ്ഥാന്റെ ക്യാപിറ്റൽ നെയിം എന്താണെന്നറിയാമോ? ജയ്പൂർ എന്നാണ് കേട്ടോ. അതൊന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നെക്സ്റ്റ്, ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഏറ്റവും ചെറിയ സംസ്ഥാനം ഇന്ത്യയിലെ ഗോവയാണ്. ഗോവയുടെ ക്യാപിറ്റൽ നെയിം എന്താണ്? പനാജിയാണ്. ഓക്കെ, നെക്സ്റ്റ്, ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. നെക്സ്റ്റ്, ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത് സിക്കിമാണ്. ഓക്കെ, നെക്സ്റ്റ്, ജനസാന്ദ്രത കൂടുതൽ, ജനസംഖ്യയും ജനസാന്ദ്രതയും തമ്മിൽ മാറിപ്പോവല്ല. ജനസാന്ദ്രത കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ബീഹാർ ആണ്. ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, ഇനി അടുത്ത ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ? എവിടെയാണ്? മേഘാലയയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഉള്ളത്. നെക്സ്റ്റ്, ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നാഗാലാൻഡ് ആണ്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറവ് നാഗാലാൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, സാക്ഷരത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? അത് എല്ലാവർക്കും അറിയാമല്ലേ? കേരളത്തിലാണ് അല്ലെ? അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 93.91%. 93.91%. അതുപോലെ തന്നെ സാക്ഷരത ഏറ്റവും കുറവ് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ഏറ്റവും കുറവ് സാക്ഷരത അത് ബീഹാർ ആണ്. 61.88% ഇന്ത്യയുടെ, അതായത് ബീഹാറിന്റെ സാക്ഷരതാ നിരക്ക്. നെക്സ്റ്റ്, സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ്, ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹരിയാനയാണ്. നെക്സ്റ്റ്, പട്ടികജാതിക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം, പട്ടികജാതിക്കാർ അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പട്ടികവർഗക്കാർ അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് മധ്യപ്രദേശ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സും SCയും STയും. SC ഏറ്റവും കൂടുതലുള്ള ഉത്തർപ്രദേശിലും ST ആണെങ്കിൽ ഏതാണ്? മധ്യപ്രദേശും. നെക്സ്റ്റ്, വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വനവിസ്തൃതി മധ്യപ്രദേശ് ആണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. വനവിസ്തൃതി ഏറ്റവും കുറവ്
ഹരിയാന. ശതമാന അടിസ്ഥാനത്തിൽ വനം കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശതമാന അടിസ്ഥാനത്തിലാണെങ്കിൽ മിസോറാം ആണ്. അതുപോലെ തന്നെ ശതമാന അടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവ് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹരിയാനയാണ്. വനവിസ്തൃതി കുറവും അതുപോലെ തന്നെ ശതമാന അടിസ്ഥാനത്തിൽ വനം കുറവ് കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇത് രണ്ടിന്റെ ആൻസർ ഒന്നാണ്, ഹരിയാനയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ?